So hey guys, welcome back to Mr.Rubikstech. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ടോപ്പ് അപ്കമിംഗ് സ്മാർട്ട് ഫോൺസ് ഇൻ ഒക്ടോബർ ആണ് നോക്കുന്നത്. ഒക്ടോബറിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഫോൺസേ ഉള്ളൂ ഈ മാസം. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് ഫെസ്റ്റിവൽ സീസണിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ കമ്പനികൾ മാക്സിമം അവർക്ക് പറ്റുന്നത്ര ഫോൺസ് എല്ലാം ആൾക്കാരെ അടിച്ചേൽപ്പിക്കാൻ ഒരുപാട് ഫോൺ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഈ മാസവും അടുത്ത മാസവും അധികം ഫോൺസ് കാണത്തില്ല. അതിനോടും കൂടി ചേർത്തായും കഴിഞ്ഞ 2 മാസം ലോഞ്ച് ചെയ്തത്. സോ ഈ മാസം വരെയുള്ള ഫോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്ന് വരുന്നത് നോക്കാം. സോ ആദ്യം വരുമ്പോഴത്തേക്കും വൺ പ്ലസ് നോട്ട് 3 വരാൻ ചാൻസ് ഉണ്ട്. വൺ പ്ലസ് നോട്ട് 2 അടുത്ത സക്സസറായിട്ട് വൺ പ്ലസ് നോട്ട് 3. അപ്പോൾ നമുക്ക് 2T കഴിഞ്ഞ് 3 കുറവെന്ന് ഉറപ്പില്ല ഉണ്ടത്. കാരണം നമ്മൾ 2 എന്നല്ല വിചാരിച്ചു. പക്ഷേ അത് 2T വരാനുള്ള ചാൻസ് എന്ന് പറയാൻ ഈ 2 പൊട്ടിത്തെറിച്ചുകൊണ്ടായിരിക്കാം 2T എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വേരിയൻ്റ് ഇറക്കിയിട്ട് നോട്ട് 3 എന്നുള്ള വേരിയൻറ്റിലോട്ട് വരാൻ ചാൻസ്. സോ വൺ പ്ലസ് നോട്ട് 3 വരാൻ ചാൻസ് ഉണ്ട്. സ്പെസിഫിക് ഡിമെൻസിറ്റി 8100 ചിപ്പായിരിക്കും. 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ചിലപ്പോഴാണ് ഉറപ്പില്ല, ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയും തരാൻ ചാൻസസ് ഉണ്ട്. രണ്ടാമത് വരുമ്പോഴത്തേക്ക് നമ്മൾ എത്രയും കാലമായിട്ടും ആൾക്കാർ ഈ പറയാൻ ബാക്കിയൊന്നും ഇല്ലാത്ത കമ്പനിയെ പറ്റിയാണ് പിക്സലിൻ്റെ പിക്സൽ 7 സീരീസ് ഇന്ത്യയിലുണ്ട്. ഗ്ലോബലിൻ്റെ കൂടെ ഇന്ത്യയിലും ഉണ്ട്. പിക്സൽ 7ഉം 7 പ്രോയും ആണ് വരുന്നത്. കാരണം പിക്സൽ 6ഉം 6 പ്രോ ഇന്ത്യ വരാതിന് ആൾക്കാർ ഇനി പറയാൻ വാക്കുകൾ ഇങ്ങനെ കമ്പനിക്ക് കിട്ടാനില്ല. അതുകൊണ്ടായിരിക്കണം 7ഉം 7 പ്രോയും ഇന്ത്യയെ കൊണ്ടുവരാൻ. പക്ഷേ 7ഉം 7 പ്രോ ഇന്ത്യ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര ലാഭമൊന്നും വിളിച്ചത്. കാരണം എന്തായാലും ഒരു 60,000 തൊട്ട് ഒരു 99,000 90,000 ഒക്കെ ആയിരിക്കും പിക്സൽ 7 പ്രോ ഒക്കെ വരുമ്പം. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻ്റ് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, പിക്സൽ 7 പ്രോ കൊണ്ടുവരുന്നുണ്ട്. വേറെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ നിന്ന് ഞങ്ങത്തോട്ട് ഇറക്കാം. അതാണ് ഇതിൻ്റെ ഏക ഗുണം. സോ അടുത്ത വരുമ്പോൾ നമുക്ക് റിയൽമി GT Neo 4 ആണ് വരുന്നത്. റിയൽമി GT Neo 4 വരുമ്പോഴത്തേക്കും സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആയിരിക്കും മിക്കവാറും തന്നെ വെച്ചുകൊണ്ടുള്ള ചിപ്സെറ്റ്. കാരണം അവർ റിയൽമി GT Neo എപ്പോഴും അവരുടെ മാക്സ്ഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആയിരിക്കും വെച്ച് വരുന്നത്. അപ്പം 8+ Gen 1 ആയിരിക്കണം. പിന്നെ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാണണം. പിന്നെ E4 AMOLED ഡിസ്പ്ലേ ആയിരിക്കും മിക്കവാറും വരാൻ ചാൻസ്. ചിലപ്പോൾ E5 ആയിരിക്കും, ചിലപ്പോൾ E4 ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് റിയൽമിയുടെ വേറെ ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ മിഡ് റേഞ്ച് നമ്മൾ വൈസ് നോക്കുന്ന സെഗ്മെൻറ്റ് റിയൽമി 10 സീരീസ്. കഴിഞ്ഞ വർഷം അനുസരിച്ച് ഈ വർഷം ഈ സമയമായിരിക്കും ഏതാണ്ട് വരാൻ ചാൻസ് ഉള്ളത്. കാരണം റിയൽമി 10 സീരീസ് ഫസ്റ്റ് മിക്കവാറും 4G കഴിഞ്ഞ വർഷത്തെ പോലെയാണെങ്കിൽ ഈ വർഷം അതേപോലെ 4G അത് ഇറക്കിയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് റിയൽമി 10 5G റിയൽമി 10 Pro Plus ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ടൈപ്പായിട്ട് അങ്ങനെ ഇറക്കും. അങ്ങനെ ആയിരിക്കണം യൂഷ്വൽ ട്രെൻഡ് അനുസരിച്ച് അങ്ങനെ ആയിരിക്കണം. പിന്നെ ഈ വർഷം അങ്ങനെ വരാൻ ചാൻസ് ചോദിച്ചാൽ വളരെ കുറവാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ 5G ലോഞ്ച് ആയത് കൊണ്ട് ചിലപ്പോൾ 4G വരാമെങ്കിൽ ചാൻസസ് ഇല്ല. അപ്പോൾ റിയൽമി പറയുമ്പോൾ ഒബ്വിയസ്ലി പറയേണ്ട കമ്പനിയാണ് റെഡ്മിയുടെ നോട്ട് 12 സീരീസ് 11 കഴിഞ്ഞ് 12 സീരീസ്. സോ റെഡ്മി നോട്ട് 12 സീരീസും ഈ മാസം ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസമാണ് ഇറങ്ങേണ്ടത്. ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും. റെഡ്മി നോട്ട് 12 സീരീസ് ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങിക്കുന്നത് നല്ല. കാരണം ഇത്തിരി സെയിലെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ അപ്പം തന്നെ വില പിടിച്ച് കൂട്ടും. നമുക്ക് കഴിഞ്ഞ 2 സെഗ്മെൻറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ്. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല സ്പെക്കാണെങ്കിൽ അപ്പം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അടുത്ത വരുമ്പോഴത്തേക്ക് നമ്മൾ MI 12T സീരീസാണ് പറയുന്നത്. MI 12T സീരീസ് മിക്കവാറും സ്നാപ്ഡ്രാഗൻ്റെ 8+ അല്ലെങ്കിൽ 8 സീരീസിന് എബോ ആയിരിക്കണം. കാരണം ഇത്തിരി 12T എന്ന് പറയുന്നത് ഇത്തിരി പ്രീമിയം വൈസ് നോക്കണ ഒരു അല്ലെങ്കിൽ ഇച്ചിരി മിഡ് റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ വൈസ് ഫോണാണ്. അതുകൊണ്ട് എനിക്കൊരു സ്നാപ്ഡ്രാഗൺ 8+ ആയിരിക്കും. 8+ Gen 1 അതല്ല എന്ന് വെച്ചാൽ 8 സീരീസിൻ്റെ മുകളിലോട്ടായിരിക്കണം. ചിലപ്പോൾ 870 ആയിരിക്കും, അറിയത്തില്ല. ആയിരിക്കും വരാം. 6.67 ഇഞ്ചിൻ്റെ AMOLED 120 Hz ഡിസ്പ്ലേ ആയിരിക്കും മിക്ക ഒരു മിഡ് റേഞ്ചിൻ്റെ മുകളിലോട്ട് പോകുമ്പം എല്ലാത്തിനും പറ്റുന്ന ഒബ്വിയസ്ലി ഉള്ള ഡിസ്പ്ലേയും പിന്നെ 120 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചേർത്ത് മിക്കവാറും 50 മെഗാ പിക്സൽ ക്യാമറ ഇങ്ങനെയൊക്കെ വെച്ച് റെഡ്മി 12T സീരീസും വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഫോൺസാണ് ഈ മാസം വരാൻ. വളരെ കുറവാണെന്ന് എനിക്കും അറിയാം. കുറച്ച് ഫോൺസ് ഈ മാസം കാരണം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് മിക്ക ഫോൺസുകൾ കമ്പനിക്കാരൊക്കെ ഇറക്കി ആൾക്കാരെ കാര്യം അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞുകൊണ്ട് ഇനി വരാൻ ചാൻസ്. ഇനി അടുത്തൊരു ഇനി ക്രിസ്മസ് വരുമ്പോൾ അടുത്ത സെറ്റ് ഇതേപോലെ ഒരുപാട് ഫോണുകൾ വന്ന് ലോഞ്ചാണ്. കാരണം അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത്. കാരണം ഇത്ര ഇത് ഫെസ്റ്റിവൽസ് വരുമ്പോൾ നമ്മൾ എന്തായാലും പുതിയ ഫോൺ വാങ്ങിക്കുമെന്ന് അവർക്ക് അറിയുന്നുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻ കൂട്ടാം അല്ലെങ്കിൽ നമുക്കുള്ള കൺഫ്യൂഷൻ കൂട്ടാൻ വേണ്ടിയാണ് ഒരുപാട് ഫോണുകൾ ഇറങ്ങണം. ഇനി ആസ് യൂഷ്വൽ ഒരു 5-10 ഇപ്പം തന്നെ ഞാൻ ഒരു 6 ഫോൺ എന്തേ പറഞ്ഞുള്ളൂ. ഇത്ര ഫോണൊക്കെ നമുക്ക് ഈ മാസവും അടുത്ത മാസവും പ്രതീക്ഷിക്കുകയാണ്. ഇനി ഡിസംബറൊക്കെ ആകുമ്പം തുരാന്ന് ഫോണുകൾ വന്നോളൂ. സോ ഇത്രയും പറഞ്ഞ ഇന്നത്തെ വീഡിയോ നിർത്തിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഷുവർലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ and hit the bell icon to get notified whenever I upload a video. So hope you like this video. I am Rohit and this is Mr. Rubikstech and we will see you in the next video. Bye.